തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7ാം തന്ത്രത്തിലെ തിരുവരുളിലെ അടുത്ത പാടലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ, ഞാനറിഞ്ഞത്ര പണ്ടേ കണ്ടുള്ളൊരു ഈശ്വരനെ വാനറിഞ്ഞോർ അറിയാതെ മയങ്ങിപ്പോയി. ദേഹത്തെ അറിഞ്ഞ് അകത്ത് കത്തുന്ന ഒരാത്മാവിനെ ഞാൻ അറിയാതിരുന്നാൽ ആര് പിന്നെ അറിഞ്ഞിടാൻ? അപ്പോൾ ഇവിടെ തിരുമൂലദേവൻ ഒരു സത്യം വിളിച്ച് പറയുകയാണ്. താൻ ജനിച്ചപ്പോൾ തന്നെ ശിവഭക്തനായിരുന്നു. തൻ്റെ ഉള്ളിൽ ഒളിയും ഒലിയും പ്രകാശിച്ചിരുന്നു. ജനിച്ച് വീണപ്പോൾ തന്നെ മുൻജന്മ സുഹൃതം കൊണ്ട് തന്നെ എൻ്റെ ഹൃദയത്തിൽ ശിവപ്രകാശവും ശിവനാദവും തെളിഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് ഞാനറിഞ്ഞത്ര പണ്ടേ, വളരെ പണ്ട് തന്നെ, അതായത് ജന്മവേളയിൽ തന്നെ ഞാൻ ഈ ശിവ ഒളിയും ശിവ ഒലിയും കേട്ട് കണ്ടും ജീവിച്ചവനാണ്. ഈശ്വരനെ ഞാൻ അങ്ങനെ ശിവഭഗവാനെ ഞാൻ എൻ്റെ ജന്മസമയത്ത് തന്നെ കണ്ടതാണ്. ജനിച്ച ഓർമ്മ വച്ച നാൾ മുതൽ എൻ്റെ കൂടെ എൻ്റെ ഉള്ളിൽ ശിവൻ ജ്വലിച്ചു നിന്നിരുന്നു. ശിവനാദം നിരന്തരം ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു. വാനറിഞ്ഞെന്നോരറിയാതെ മയങ്ങിപ്പോയി. എന്നാൽ വാനവരാകട്ടെ ദേവന്മാരാകട്ടെ ഈ ശിവനെ അറിയാതെ ദേവസുഖത്തിൽ മുങ്ങി ശിവബോധം ഇല്ലാതെ ജീവിച്ചു അത്രേ. അപ്പോൾ വാനവർക്ക് പോലും ശിവദർശനം കിട്ടിയിട്ടില്ല. വിണ്ണിലെ വാനവർ ഏറ്റവും വിശുദ്ധരാണ്. അവർക്ക് പോലും ശിവബോധം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഹൃദയത്തിൽ ശിവൻ്റെ നാദവും ശിവൻ്റെ ഒലിയും പ്രകാശിച്ചു കൊണ്ടേയിരുന്നു. ഇതാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ തിരുമൂലദേവൻ ജനിച്ച് വീണപ്പോൾ തന്നെ ശിവ പ്രകാശം അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞു. ശിവനാദം അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞു. വാനവർക്ക് പോലും കേൾക്കാൻ പറ്റാത്ത നാദധ്വനികളാണ്, ആ പ്രകാശധാരകളാണ് തിരുമൂലദേവൻ കണ്ടതും കേട്ടതും എല്ലാം. അപ്പോൾ വാനവർക്ക് കിട്ടാത്ത സുഖം, വാനവർക്ക് കിട്ടാത്ത ശിവാനുഭൂതി ഈ ഭൂമിയിൽ പിറന്ന മനുഷ്യനായി ജീവിച്ച എനിക്ക് കിട്ടി. അതാണ് പുരാണങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. അതായത് ദേവന്മാർക്ക് ഭൂമിയിൽ മനുഷ്യരായി ജന്മമെടുത്താൽ മാത്രമേ ഈശ്വര സായുജ്യം കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ മോക്ഷം കിട്ടണമെങ്കിൽ, സാക്ഷാത്കാരം കിട്ടണമെങ്കിൽ ഈ ഭൂമിയിലെ മനുഷ്യജീവിതം തന്നെ എടുക്കണം. ദേവന്മാർ അതുകൊണ്ട് പലപ്പോഴും മനുഷ്യജീവിതം സ്വീകരിച്ച് പിന്നെ സാക്ഷാത്കാരത്തിലേക്ക് പോകേണ്ട. ഒരുപക്ഷെ തിരുമൂലദേവനും അങ്ങനെയായിരിക്കാം. വാനവനായിരുന്ന അദ്ദേഹം ഭൂമിയിൽ ജനിച്ച് ശിവസാക്ഷാത്കാരം നേടിയ മഹാനായിരിക്കും. ദേഹത്തെ അറിഞ്ഞ് അകത്ത് കത്തുന്ന ഒരാത്മാവിനെ ഞാനറിയാതിരുന്നാൽ പിന്നെ ആരറിയും എന്നാണ് ചോദിക്കുന്നത്. ദേഹത്തിനുള്ളിൽ ശിവഭഗവാൻ കത്തിജ്വലിച്ച് നിന്നിരുന്നു. എൻ്റെ ദേഹത്തിൽ, എൻ്റെ ക്ഷേത്രമാകുന്ന ശരീരത്തിൽ ശിവഭഗവാൻ കുടികൊണ്ട് ശിവപ്രകാശം ജ്വലിപ്പിച്ചിരുന്നു. ശിവനാദം എന്നിൽ ജ്വലിപ്പിച്ചിരുന്നു. അപ്പോൾ ശിവശബ്ദവും ശിവനാദവും ശിവ ഒളിയും എനിക്ക് ജന്മസമയത്ത് തന്നെ കേൾക്കാൻ കഴിഞ്ഞിരുന്നു. ഇവിടെയാണ് ശിവവാക്യർ എന്നൊരു 18 സിദ്ധന്മാരിൽ പ്രധാനപ്പെട്ട ഒരു സിദ്ധരെ പറ്റി പറയുന്നത്. ശിവവാക്യർ ജനിച്ചപ്പോൾ തന്നെ കരയുന്നതിന്, സാധാരണ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കരയുകയാണല്ലോ ചെയ്യുന്നത്. പക്ഷേ ശിവവാക്യർ ജനിച്ചപ്പോൾ കരയുകയല്ല ചെയ്ത് ശിവ 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനിച്ചു വീണത് അത്രേ. ഭൂമിയിൽ ജനിച്ചത് ശിവശിവ എന്ന്
ശബ്ദിച്ചുകൊണ്ടാണത്രേ. അതുകൊണ്ട് അന്ന് തന്നെ മാതാപിതാക്കൾ തീരുമാനിച്ചു ഈ കുഞ്ഞിന് ശിവവാക്യർ എന്ന് പേരിടണമെന്ന്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ശിവവാക്യർ എന്ന പേര് വന്നത്. അപ്പോൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ ഒരാളിൽ ഈ ശിവബോധം ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. അതൊക്കെ കഴിഞ്ഞ ജന്മങ്ങളുടെ കർമ്മഫലങ്ങളുമായിട്ടുമൊക്കെ എല്ലാം വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അവരുടെ കർമ്മത്തിൻ്റെ അവസ്ഥാവിശേഷങ്ങൾ, മുൻജന്മ കർമ്മ അവസ്ഥകളുമായിട്ട് ഈ ജന്മത്തിന് വളരെയേറെ ബന്ധമുണ്ട്. കഴിഞ്ഞ ജന്മം ശിവപൂജ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരാൾ ഈ ജന്മത്തിൽ ജനിച്ച് വീഴുമ്പോൾ തന്നെ ഈ ശിവവോളി കാണാൻ അവർക്ക് കഴിയും. അതുപോലെ ശിവശബ്ദം കേൾക്കാനും ശിവനാദം കേൾക്കാനും അവർക്ക് കഴിയുന്നതാണ്. പിന്നെ പറയാണ്, അരുളെങ്ങും വ്യാപിച്ചിരിക്കുന്നത് എങ്ങ് അറിയുന്നില്ല, അരുളിനെ ഉണ്ണുവാനും തല്ലറിയുന്നില്ല, അരുൾ 5 മാർഗത്തിലൂടെ ചേഷ്ടിപ്പതറിയുന്നില്ല, അരുളെങ്ങും ആർക്കും കണ്ണായിരിപ്പതും അറിയുന്നില്ല. അരുള്, ശിവൻ്റെ അനുഗ്രഹം എല്ലാവർക്കുമുണ്ട്. പക്ഷേ അത് കുറച്ച് പേർക്ക് മാത്രമേ അത് അനുഭവപ്പെടുന്നുള്ളൂ. കാരണം അത് സ്വീകരിക്കാനുള്ള പാത്രം നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയം വിശുദ്ധമാണെങ്കിൽ മാത്രമേ ഈ ശിവ അരുൾ സ്വീകരിക്കാൻ കഴിയുള്ളൂ, ശിവനാദം നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ, ശിവൻ്റെ പ്രകാശം നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. അതിന് ഹൃദയം ശുദ്ധമായിരിക്കണം. ആ ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ ഈ ശിവ അരുൾ ലഭിക്കുകയുള്ളൂ. ശിവൻ്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ആ അനുഗ്രഹത്തിന് പാത്രമാകാൻ വേണ്ടി നാം സ്വയം പാകപ്പെടുകയും വേണം. അതാണ് അതിൻ്റെ പ്രത്യേകത. എല്ലാ ശിവാനുഗ്രഹം ഈ പ്രപഞ്ചത്തിൽ നിറയെ ഉണ്ട്. പക്ഷേ അത് സ്വീകരിക്കാനുള്ള പാത്രം തയ്യാറായിരിക്കണം. നമ്മുടെ ഹൃദയം അതിന് തയ്യാറായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ശിവ അരുൾ നമ്മിലേക്ക് പ്രവഹിക്കുകയുള്ളൂ. ശിവാനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതം ശിവതുല്യമായി മാറുന്നു. അയാൾ തന്നെ ശിവനായി മാറുന്നു. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സാധകന് പലപ്പോഴും ഇത് അനുഭവപ്പെടും. ശിവാനുഗ്രഹം എങ്ങനെയാണ് അയാളുടെ ജീവിതത്തെ ആകെ മാറ്റത്തിന് വിധേയമാക്കുന്നത് എന്ന് ഒരു സാധകന് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടും. ശരിയായ സാധന ചെയ്യുന്ന ഒരു സാധകന് ഈ ശിവ അരുൾ സ്വീകരിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവം വ്യക്തമായി ബോധ്യപ്പെടുക തന്നെ ചെയ്യും. ഇതാ നോക്കൂ, അരുളെങ്ങും വ്യാപിച്ചിരിക്കുന്നത് അറിയുന്നില്ല. ശിവ അനുഗ്രഹം, ശിവൻ്റെ ആ അരുള് ഈ പ്രപഞ്ചമാകെ നിറഞ്ഞിരിക്കുന്നു. പക്ഷെ പലരും ഇത് അറിയുന്നേയില്ല. ശിവാനുഗ്രഹം കൊണ്ട് നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം. പക്ഷേ ആ പ്രപഞ്ചത്തിൽ ഉള്ള ശിവാനുഗ്രഹത്തെ ഒരു സാധകന് ഉൾക്കൊള്ളണമെങ്കിൽ ആ ഉൾക്കൊള്ളാൻ പറ്റിയൊരു പാത്രം ഉണ്ടായിരിക്കണം. ആ പാത്രം അയാളുടെ ഹൃദയമാണ്. ആ ഹൃദയം അതിനനുയോജ്യമായ പാത്രമാണെങ്കിൽ മാത്രമേ ഈ ശിവ അരുൾ അതിൽ വന്ന് നിറയുകയുള്ളൂ. അതുകൊണ്ട് ഹൃദയം എപ്പോഴും ശൂന്യമാക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഹൃദയത്തിൽ മറ്റ് ഒന്നും നിറയ്ക്കരുത്. അങ്ങനെ നിറച്ചാൽ പിന്നെ ഹൃദയത്തിൽ ആ അരുള് പ്രത്യക്ഷപ്പെടില്ല. അതുകൊണ്ട് ശുദ്ധമായ ഹൃദയം, ശൂന്യമായ ഹൃദയം, ആ ശൂന്യമായ ഹൃദയത്തിലാണ് ഈ അരുൾ പെട്ടെന്ന് നിറഞ്ഞ് കവിയുന്നത്. പിന്നെ അരുളിനെ ഉണ്ണുവാനും തല്ലറിയുന്നില്ല. ഈ അരുൾ ഭക്ഷിക്കാൻ പലരും തയ്യാറാകുന്നില്ല, അവർക്കതിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അരുളാകുന്ന അമൃതം, ശിവാനുഗ്രഹമാകുന്ന അമൃതം ഭക്ഷിച്ചാൽ ചിരഞ്ജീവിയാകാൻ കഴിയും. എന്നിട്ടും ആരും ഇതറിയുന്നില്ല എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ പരിമിതി. അരുള് 5 മാർഗത്തോടെ ചേഷ്ടിപ്പതറിയുന്നില്ല. അരുള് ശിവാനുഗ്രഹം 5 മാർഗത്തിലൂടെയാണ് പ്രവഹിക്കുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം, അനുഗ്രഹം. ഇങ്ങനെ 5 മാർഗത്തിലൂടെയാണ് ഈ തിരുവരുൾ, ശിവ അരുൾ പ്രവഹിക്കുന്നത്. ഈ 5 മാർഗത്തിലൂടെയും സൃഷ്ടി നടക്കുമ്പോൾ ശിവാനുഗ്രഹമാണ് സംഭവിക്കുന്നത്. സ്ഥിതി, അതിനെ പാലനം ചെയ്യുമ്പോഴും ഈ ശിവാനുഗ്രഹം കൊണ്ടാണ് അത് പാലിക്കപ്പെടുന്നത്. അതുപോലെ തിരോധാനം ചെയ്യുമ്പോഴും ഈ
സംഹാരം ചെയ്യുമ്പോഴും പിന്നെ അതേപോലെ മറഞ്ഞിരിക്കുമ്പോഴും എല്ലാം തന്നെ ഈ ശിവാനുഗ്രഹം കൊണ്ടാണ് സംഭവിക്കുന്നത്. അതുപോലെ ശിവാനുഗ്രഹവും ലഭിക്കുന്നത് ഈ അരുൾ കൊണ്ടത്രേ. അപ്പോൾ ഈ 5 തരത്തിലുള്ള കർമ്മങ്ങളുടെ ശിവൻ നമുക്ക് അരുൾ ഏകിക്കൊണ്ടേയിരിക്കുന്നു. അരുളെങ്ങും ആർക്കും കണ്ണായിരിപ്പതും അറിയില്ല. എല്ലാവരുടെയും കണ്ണായിട്ടിരിക്കുന്നത്, ഉൾക്കണ്ണായിട്ടിരിക്കുന്നത്, 3-ാം കണ്ണായിട്ടിരിക്കുന്നത് ശിവാനുഗ്രഹമാണ്. അപ്പോൾ ഈ ശിവാനുഗ്രഹമാകുന്ന 3-ാം കണ്ണിനെ, ഈ ശിവാനുഗ്രഹമാകുന്ന ഉൾക്കണ്ണിനെ ജ്വലിപ്പിക്കുക. അങ്ങനെ ജ്വലിപ്പിക്കുമ്പോൾ ഈ പ്രപഞ്ചമാകെ ശിവൻ്റെ ഒളി നിറഞ്ഞതാണ്, ശിവൻ്റെ ഒലി നിറഞ്ഞതാണ് എന്ന് ആ സാധകന് അനുഭവപ്പെടും. അരുൾ തന്നെ സകലവുമാം ഭൗതികം, അതുപോലെ അരുളത്രേ ചരാചരമായിരിക്കുന്ന സർവം. അരുളേ പ്രകാശമായി വിശുദ്ധൻ ഭവിക്കുന്നു, അരുളേ ശിവനെന്ന് ഒളിയായി രൂപപ്പെടുന്നതും. അപ്പോൾ ഒളിയായിരിക്കുന്നതും നാദമായിരിക്കുന്നതും ശിവൻ തന്നെയാണ്. അപ്പോൾ ഓർക്കുക, അരുൾ തന്നെ സകലവും. ഈ ഭൗതിക ലോകത്തുണ്ടാകുന്ന സകലതും എന്താണ്? ശിവൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമുണ്ടായതാണ്. അരുളത്രേ ചരാചരമിരിക്കുന്നത്. അരുളുകൊണ്ടാണ് ഈ ചരവും അചരവുമായ എല്ലാ വസ്തുക്കളും ഈ ലോകത്ത് സ്ഥിതി ചെയ്യുന്നത്. അരുളേ പ്രകാശവും ഒലിയുമായി വിശ്വത്തിൽ ഭവിക്കുന്നു. അരുള് തന്നെയാണ്, ശിവാനുഗ്രഹമാണ് പ്രകാശമായിട്ട്, ശിവപ്രകാശമായിട്ട്, ശിവനാദമായിട്ട് രൂപപ്പെടുന്നത്. അരുളേ ശിവനും സ്വരൂപം. ഈ അരുള് തന്നെയാണ് ശിവൻ്റെ സ്വരൂപം. ഈ സത്യം ഓർക്കുക. അപ്പോൾ ശിവൻ്റെ അരുളാണ് ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അതേപോലെ തിരോധാനവും അതേപോലെ അനുഗ്രഹവുമെല്ലാം ശിവൻ്റെ അരുളുകൊണ്ടത്രേ സംഭവിക്കുന്നത്. ശിവൻ്റെ നാദവും ശിവൻ്റെ ഒളിയും ശിവൻ്റെ പ്രകാശവുമാണ് ഈ പ്രപഞ്ചത്തിലാകെ കേൾക്കുന്നത്. ആ നാദം കേൾക്കാൻ പറ്റുക, ആ പ്രകാശം അനുഭവിക്കാൻ പറ്റുക, ഇതാണ് ശിവസാധകന് ലഭിക്കുന്ന ഏറ്റവും വലിയ സാധനാ ഗുണം. അപ്പോൾ ഇവിടെ പറയുന്നത് ആ ശിവ ഒളിയും ശിവ ഒലിയും ശിവനാദവും ആർക്കാണോ കേൾക്കാൻ കഴിയുന്നത് അയാൾ ശിവ അരുൾ ലഭിച്ചവനത്രേ. ഇത് തന്നെയാണ് എല്ലാ മതങ്ങളും പറയുന്നത്. ഇപ്പം ഏത് മതം എടുത്ത് നോക്കുകയുള്ളൂ, എല്ലാവരും ഈ ഒളിയെക്കുറിച്ചിട്ടും ഈ ഒലിയെക്കുറിച്ചിട്ടുമാണ് വീണ്ടും വീണ്ടും പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഓങ്കാരധ്വനി, ആ ധ്വനിയുടെ രൂപം ഓങ്കാരമാണ്. ആ നാദത്തിൻ്റെ സ്വരൂപം ഓങ്കാരമാണ്. ആകാശത്തിലെ കൊടുങ്കാറ്റ് പോലെയാണ് ഈ നാദം, ഓങ്കാരം എന്ന നാദം. ഇതിനെക്കുറിച്ച് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് നോക്കൂ. ഈ ജഗത്തിനെ പ്രകാശിപ്പിക്കുന്നത് ശബ്ദശക്തിയാകുന്നു. അതിന് സ്ഫോടം എന്ന് പറയുന്നു. അത് അനശ്വരവും അവർണ്യവുമാകുന്നു. ആദിയിൽ ഈശ്വരൻ സ്ഫോടമായി ചരിച്ച് നിൽക്കുകയായിരുന്നു, പരിച്ഛിന്നനായി നിൽക്കുകയായിരുന്നു. അനന്തരം ഈ സ്ഥൂല ദൃശ്യ ജഗത്തായി പരിണമിച്ചു. സ്ഫോടസംജ്ഞയായി പറയാവുന്ന വാക്കൊന്നേയുള്ളൂ, അത് പ്രണവമത്രേ, ഓങ്കാരമത്രേ. ഒരു വാക്കും അതിൻ്റെ അർത്ഥവും തമ്മിൽ വേർതിരിപ്പിക്കാൻ ഒരു വിശകലനം കൊണ്ട് സാധ്യമല്ല. രണ്ടും അവിഭാജ്യമാണ്. അതുകൊണ്ട് ഈ ഓങ്കാരവും നിത്യസ്ഫോടവും അവിഭാജ്യങ്ങളാണ്. ഇക്കാരണത്താൽ എല്ലാ നാമരൂപങ്ങളുടെ മാതാവും പവിത്ര ശബ്ദങ്ങളിൽ വച്ച് അത്യന്ത പവിത്രവും അനശ്വരവുമായ ഈ നാദത്തിൽ നിന്നാകുന്നു സർവജഗത്തും ഉണ്ടാകുന്നത്. അപ്പോൾ ഓങ്കാരത്തിൽ നിന്നാണ്, ശിവനാദത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത് എന്നാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത്. ഈ ബ്രഹ്മാണ്ടം മുഴുവനും ഓങ്കാര ശക്തിയാണ്. അതിന് ആദിയും അന്തവുമില്ല, എന്നും അത് നിലനിൽക്കും. ഒരു രംഗനായകനെ പോലെയാണ് ഓങ്കാരം. എല്ലാ സൃഷ്ടികളുടെയും കാരണം ഓങ്കാരപ്പൊരുളാണ്.
സൃഷ്ടിക്കും അപ്പുറത്ത് അദൃശ്യമായി ഓങ്കാരം നിലകൊള്ളുന്നു. മനുഷ്യനും അടക്കമുള്ള സർവ്വപ്രാണികളിലും ഓം ശരീരാന്തർഭാഗത്തിങ്കൽ പ്രവർത്തിക്കുന്നു. അതിൻ്റെ സ്ഥൂലഭാവമാണ് പ്രാണൻ. ഓങ്കാരത്തിൻ്റെ സ്ഥൂല രൂപമാണ് പ്രാണൻ. ഓം നമ്മുടെ ഉള്ളിലും നമുക്ക് പുറത്തുള്ള സകല ചരാചരങ്ങളും നിറഞ്ഞു വഴിഞ്ഞു കിടക്കുന്നു. ലോകത്തിലെല്ലാറ്റിൻ്റെയും മൂലവസ്തു ഈ നാദമത്രേ. ശ്രീമദ് ഭഗവത്ഗീതയിലും ഇത് തന്നെയാണ് പറയുന്നത്. അതുപോലെ പതഞ്ജലി മഹർഷി ഇത് തന്നെ പറയുന്നത്. ഈശ്വരനെ കുറിക്കുന്ന ശബ്ദം ഓങ്കാരമാകുന്നു. പ്രണവജപവും അതിൻ്റെ അർത്ഥാനുസന്ധാനവും ഈശ്വരോപാസനയാണെന്നാണ് പതഞ്ജലി മഹർഷി പറയുന്നത്. ഭഗവത്ഗീത ഇത് തന്നെയാണ് പറയുന്നത്. യാതൊരുവൻ ബ്രഹ്മമായ ഓം എന്ന ഏകാക്ഷരത്തെ ഉച്ചരിക്കുകയും എന്നെ ഇടപെടാതെ സ്മരിക്കുകയും ചെയ്തുകൊണ്ട് ദേഹത്തെ വിട്ടുപോകുന്നു, അവൻ ശ്രേഷ്ഠമായ ഗതിയെ മോക്ഷത്തെ പ്രാപിക്കുന്നു. ഇത് തന്നെയാണ് എല്ലാ മതങ്ങളും പറയുന്നത്. ഒരു മതം മാത്രമല്ല, സകല മതങ്ങളും ഈ നാദശക്തിയെ, ഈ സ്ഫോടശക്തിയെ പറ്റി പറയുന്നുണ്ട്. ഇപ്പം യോഹന്നാൻ്റെ സുവിശേഷത്തിലൊരു ഭാഗമുണ്ട്. ആദിയിലെ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു, അവിടെ നിന്ന് വഴിയാണ് സമസ്തവും ഉണ്ടായത്. ഉണ്ടായിട്ടുള്ള യാതൊന്നും അവിടത്തെ കൂടാതെ ഉണ്ടായിട്ടില്ല. ജീവൻ അങ്ങിലായിരുന്നു, മനുഷ്യരുടെ പ്രകാശമായിരുന്നു ജീവൻ. അപ്പോൾ നാദവും ഒലിയുമാണ് ജീവൻ. ഈ ജീവന് ഈ നാദവും ഒലിയും എവിടെ നിന്ന് കിട്ടുന്നു? അത് ഈശ്വരനിൽ നിന്ന് കിട്ടുന്നു. അങ്ങനെ ഈശ്വരനിൽ നിന്ന് മനുഷ്യരുടെ പ്രകാശമായ ജീവൻ ലഭിക്കുന്നത് സാക്ഷാൽ ഈശ്വരങ്കൽ നിന്നത്രേ. ഈ പ്രണവത്തിൽ നിന്നാണ് ഇതെല്ലാം ലഭിക്കുന്നത്. പിന്നെയും ഇതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. മിക്ക ഉപനിഷത്തിൽ ഇത് തന്നെയാണ് പറയുന്നത്. അനശ്വരവും അഗോചരവുമായ വസ്തുവല്ല നമ്മുടെ ശരീരം. ഇന്നലെ ഇല്ലാതിരുന്നതും മധ്യകാലത്ത് മാത്രം കാണപ്പെടുന്നതും നാളെ ഇല്ലാത്തതുമാണത്. എന്നാൽ പ്രാണൻ അത്തരത്തിലുള്ളതല്ല. അത് അനശ്വരമാണ്, അദൃശ്യമാണ്. എങ്കിലും ശരീരത്തിൻ്റെ കർത്താവായി പ്രവർത്തിക്കുന്നവൻ പ്രാണൻ തന്നെയാണ്. ജഗൽപ്രാണനായ പരമാത്മാവിൻ്റെ അംശം തന്നെയാണ് പ്രാണനായി ദേഹത്ത് കുടികൊള്ളുന്നത് എന്നാണ് പ്രശ്നോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്ത് വിശദീകരിക്കുന്നത്. അപ്പോൾ പ്രാണൻ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഈശ്വരങ്കൽ നിന്നാണ് ഉണ്ടാകുന്നത്. പരമാത്മാവിൻ്റെ അംശം തന്നെയാണ് പ്രാണൻ. ഈ സത്യം അറിയുക. ഇതാണ് തിരുമൂലദേവൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.